3 പേരും ഒപ്പിട്ടിരിക്കണം. പ്രസിഡന്റ്, സെക്രട്ടറിയും ട്രഷററും ഒപ്പിട്ടിരിക്കണം. ഇത് ഇവിടെ പാസ്സാക്കി വിട്ടാലും അവിടെ ഒപ്പിടാതെ അങ്ങനെ അവിടെ പോയി പോകും. ആ സ്ത്രീകൾ വന്നതോടുകൂടി അമ്മ സംഘടനയ്ക്ക് തകർച്ചയാണെന്നും പറഞ്ഞു. ഇപ്പോൾ ഗണേഷ് കുമാറാണ് എന്നോടൊപ്പം. ഗണേഷേട്ട കഴിഞ്ഞ ദിവസം അമ്മയിൽ വലിയ വിവാദങ്ങളുണ്ടായി. ഭരണസമിതിയൊക്കെ മാറി അഡോക് കമ്മിറ്റിയിലേക്ക് ഗണേഷേട്ടൻ ഉൾപ്പെടെ വന്നു. എന്താണ് ഇനി അടുത്ത നടപടിക്രമം? നടപടിക്രമം അമ്മയെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് മാറ്റുക. അവിടെ അതിലിരുന്ന അംഗങ്ങൾക്കും ഭരണകർത്താക്കൾക്കും എല്ലാം ഒരു ചീത്തപ്പേരുണ്ടാക്കത്ത വിധത്തിൽ കണക്കിൻ്റെ കാര്യത്തിലൊക്കെ ചില അപാകതകൾ പറഞ്ഞു. അത് കണക്ക് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്ന് റെക്ടിഫൈ ചെയ്യുക. അത് റെക്ടിഫൈ ചെയ്ത് ചാലുവാക്കിയതിന് ശേഷം ഒരു ഇലക്ഷനിലേക്ക് ഇതിനെ ഡെമോക്രസിയുടെ രീതിയിൽ ജനാധിപത്യത്തിൽ ഇലക്ഷനിലേക്ക് കൊണ്ടുവന്നുള്ള മാത്രമാണ് അഡ്കോ കമ്മിറ്റിയുടെ ജോലി. പിന്നെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും തടസ്സപ്പെടാതെ നമ്മൾ മുന്നോട്ട് പോകും. ഇനി അവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാം തടസ്സപ്പെടുത്താവുന്ന അഡ്വോ കമ്മിറ്റിക്ക് ഇപ്പോൾ ഗണേശ്വരന് അതിൻ്റെ തിരക്കുകളുണ്ട്, പിഷാരടിക്ക് അതിൻ്റെ തിരക്കുകളുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ കമ്മിറ്റി ഉള്ളവർ പ്രവർത്തിക്കണ്ടേ? അല്ല, ഓഫീസ് കേന്ദ്രീകരിച്ച് എവിടെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉണ്ടല്ലോ. തിരുവനന്തപുരത്തിരുന്നാലും ഓഫീസിരുന്നാലും പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ എല്ലാം ടെക്നോളജി വഴിയാണല്ലോ. നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകൾ വിളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് 4 മാസം സമയമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇപ്പം പിഷാരടിക്ക് അസൗകര്യമുണ്ട്, എനിക്ക് അങ്ങനെ നമ്മൾ ഓൺലൈനിലിരുന്ന് സംസാരിച്ചാലും മതി. കാര്യങ്ങൾ നടന്നാൽ പോരെ. ഏറ്റവും ആദ്യം പറഞ്ഞൊരു വ്യക്തിയാണ് സ്ത്രീകൾ തലപ്പത്ത് വരട്ടെ എന്ന്. അന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ ഗണേഷ് കുമാറാണ്. അതിനുശേഷം കഴിഞ്ഞ മീറ്റിങ്ങിലും പറഞ്ഞു ഞാനാണ് ഏറ്റവും ആദ്യം സ്ത്രീകൾ തലപ്പത്ത് പറഞ്ഞത്. ആ സ്ത്രീകൾ വന്നതോടുകൂടി അമ്മ സംഘടനയ്ക്ക് തകർച്ചയാണെന്നും പറഞ്ഞു. പക്ഷെ അന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾ പ്രവർത്തിക്കാതെ വന്നപ്പോൾ മനസ്സിൽ ദുഃഖം തോന്നിയിരുന്നു അന്ന്. ഇവരെല്ലാം നന്നായി പ്രവർത്തിക്കുന്ന തന്നെയായിരുന്നില്ല. പക്ഷേ ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവരെ തീരുമാനങ്ങളൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അവരത് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതിലാണ് ഈ ജനറൽ ബോഡിക്കൊരു അസ്വസ്ഥതയുണ്ടായത്. യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും കൂടി ഇപ്പോൾ പ്രശ്നം 2 പേര് തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടായി. അത് വിവരം അറിഞ്ഞ് വിളിച്ച് അവരെ ഒന്ന് സെറ്റിൽ ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു. അതെല്ലാം അങ്ങ് പുറത്തേക്ക് പോയി. ഈ കണക്ക് അവതരിപ്പിച്ചാൽ തന്നെ പാസ്സായില്ല. അപ്പോൾ ഉണ്ണീഷുപാൽ തന്നെ പറയും എനിക്ക് കണക്കിൽ വിഷയം. അതാ കമ്മിറ്റിയുള്ള അംഗമാണ്. അതാണ് തെറ്റെന്ന് പറയുന്നത്. പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും കൂടെ ഇന്നിപ്പോൾ ഇവിടെ കണക്ക് അവതരിപ്പിച്ചു ആത്മയിൽ. അതിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 3 പേരും ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ഒപ്പിട്ടിട്ട് മാത്രമേ ഇത് പാസ് വരുള്ളൂ. അത് ഇടാതെ വന്നു. ആ കടലാസിൽ ഇടണം. രജിസ്ട്രാർ കൊടുക്കുന്ന കടലാസിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത് 3 പേരും ഒപ്പിട്ടിരിക്കണം. പ്രസിഡന്റ്, സെക്രട്ടറിയും ട്രഷറും ഒപ്പിട്ടിരിക്കണം. ഇത് ഇവിടെ പാസ്സാക്കി വിട്ടാലും അവിടെ ഒപ്പിടാതെ അങ്ങനെ അവിടെ പോയി പോകും. അതിൽ സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഇപ്പോൾ പാസ്സായി എന്ന് വെറുതെ പറഞ്ഞാലും ഇവിടെ എഴുതി വെച്ചാലും ഈ 3 പേരും ഒരു പേരും ഒപ്പിടണം ഈ കണക്ക് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു സംശയം വന്നപ്പോഴാണ് ഈ കണക്ക് പാസ്സാവാതെ പോയത്. അതിന് കണക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ ഈ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ച് അഡ്വക്കേറ്റിനെയും വിളിച്ച് എന്തൊക്കെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ആദ്യത്തെ മീറ്റിംഗ് എല്ലാവരും ഒരുമിച്ചിരുന്ന മീറ്റിംഗ് എല്ലാവരും കൂടെ വരണം. നാളെ ഷാജോൺ ഒന്ന് ലാലേട്ടനോട് ലണ്ടനിൽ പോകണം. അപ്പോൾ അതുകൂടിയൊക്കെ കണക്കാക്കിയിട്ട് വന്നതിന് ശേഷം അദ്ദേഹം കൂടെ വേണം. എല്ലാവരും വേണോ? 8 പേരാണ്. 8 പേരും ഉണ്ടാവും. 8 പേരുണ്ടാവും. അതോടൊപ്പം തന്നെ ഗണേശ്വരൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ 4 മാസം തന്നെ ഇലക്ഷനാണ് വരുന്നത്. ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും തലപ്പത്തൊരാൾ വേണം. അവിടെയാണ് നിയന്ത്രണങ്ങൾ. മമ്മൂക്ക, ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇനിയും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ഗണേശ്വരന് പേഴ്സണൽ എന്നോട് ചോദിച്ചാൽ അഡ്കോ കമ്മിറ്റി അംഗമായിട്ട് ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇലക്ഷൻ നടത്തേണ്ട ആളാണ്. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം, അല്ല അഭിപ്രായം പറയാം. പക്ഷേ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ അമ്മയുടെ തുടക്കം എന്നുള്ളതാണെന്നുള്ളതിൽ എനിക്ക് മമ്മൂക്കയും മോഹൻലാൽ 2 പേരും ലാലേട്ടൻ 2 പേരും കൂടി തിരിച്ചു വന്ന് ഇതിനെ നിലനിർത്തുകയും രക്ഷിക്കുകയും വേണമെന്നാണ്. ഇത് ആശ്രയിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ നമ്മുടെ സീനിയർ നടീനടന്മാരുണ്ട്. അവരെ നന്മയെങ്കിലും ഓർത്തുകൊണ്ട് അവർ വരണം എന്നാണ്. അവർ 2 പേരും വരണം എന്നാണ്. 2 പേരും കൂടി വന്ന് പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് ഇതിനെ ഒന്ന് കരകയറ്റണം എന്നാണ് എൻ്റെ മനസ്സിലെ പേഴ്സണൽ അഭിപ്രായം. ഒരു ഇലക്ഷൻ ആണോ പാനലാണോ നല്ലത്? അല്ല, അത് അപ്പോഴും തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ പാനലിലേക്ക് പോകാം. അവരെ ഒന്ന് എതിർക്കുകയോ അവരെ ഒരു ഇലക്ഷൻ നാളെ ഒരു പത്രവാർത്തയിൽ മമ്മൂക്കയ്ക്കെതിരായിട്ട് ഇന്നയാൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ മോഹൻലാലിന്, അത് പാടില്ല. അത് അന്തസ്സല്ല. അവർ വരില്ല. അങ്ങനെയൊന്നും പരിപാടിക്ക് അവർ വരില്ല. അവരെ നമ്മൾ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തി ഇതിനെ രക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അംഗങ്ങൾ അതിൻ്റെ ഒരു പരിശ്രമം. ഈ വനിതകൾ വേണം എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ പറയുകയാണ്. അവരെ 2 പേരെയും എങ്ങനെങ്കിലും അംഗങ്ങൾ മുൻകൈ എടുത്ത് അവരെ തന്നെ ഒരു ചർച്ച നടത്തി അവരെങ്ങനെങ്കിലും അവർ വരത്തില്ല. പക്ഷേ അവരെ 2 പേരും എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് വിവാദങ്ങളൊന്നും പെടുത്തില്ല എന്ന് ഉറപ്പ് കൊടുത്ത് കൊണ്ടുവന്ന് അവരെ ഇരുത്തിയാൽ എല്ലാ പ്രശ്നവും തീരുന്നതാണ് എൻ്റെ വിലയിരുത്തൽ. ഇത് ശരിയാവണമെന്നില്ല, പക്ഷേ എൻ്റെ വിലയിരുത്തൽ അതാണ്. പേഴ്സണലാണ്, തികച്ചും പേഴ്സണലാണ്. ഒത്തിരി സന്തോഷം.